നമസ്കാരം. ലോകത്തിന്റെ എണ്ണപ്പാതയായ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെ സംരക്ഷണ വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കായി മാറുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ പടക്കപ്പലുകളുടെയും ഡ്രോണുകളുടെയും സംരക്ഷണ വലയത്തിൽ സഞ്ചരിക്കാൻ മടിച്ച് മുൻനിര കപ്പൽ കമ്പനികൾ. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്കു നേരെ ഇറാൻ നിർബാധം ആക്രമണം തുടരുന്നതോടെ കടുത്ത ഭീതിയിലാണ് അന്താരാഷ്ട്ര ഷിപ്പിംഗ് ഭീമന്മാർ. ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ സുരക്ഷാ പാതകൾ പോലും സുരക്ഷിതമല്ലെന്ന് കണ്ടതോടെ ഈ വഴിയിലൂടെയുള്ള യാത്രകൾ കമ്പനികൾ പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. 1968 ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി രൂപീകരിച്ച ട്രാഫിക് സെപ്പറേഷൻ സ്കീം വഴിയാണ് പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര കപ്പലുകൾ ഗൾഫിലേക്ക് പ്രവേശിച്ചിരുന്നത്. എന്നാൽ ഫെബ്രുവരി 28 യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഇറാൻ സൈന്യം ഈ ഭാഗത്ത് കടൽ മൈനുകൾ സ്ഥാപിക്കുകയും കപ്പൽ ഗതാഗതം പൂർണ്ണമായി താറുമാറാക്കുകയും ചെയ്തു. ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി തടസ്സപ്പെടാതിരിക്കാൻ ജൂണിലാണ് US സൈന്യത്തിന്റെ സഹകരണത്തോടെ പ്രത്യേക ഡ്രോൺ ഹെലികോപ്റ്റർ സുരക്ഷാ പദ്ധതി ആരംഭിച്ചത്. എന്നാൽ അമേരിക്കൻ സൈന്യത്തിന്റെ കൺമുന്നിൽ വെച്ച് പോലും ഇറാൻ കപ്പലുകളെ അറ്റാക്ക് ചെയ്തതോടെ കമ്പനികളുടെ സർവ്വവിശ്വാസവും തകർന്നു. ജൂലൈ 7 ശേഷം മാത്രം 3 കൂറ്റൻ ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ ഉൾപ്പെടെ 5 കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. US സുരക്ഷാ വലയത്തിനുള്ളിൽ വെച്ചു തന്നെ ഇത് സംഭവിച്ചത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടായി മാറുകയും ചെയ്തു. US സൈന്യത്തിന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ജീവനക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ഈ വഴിയിലെ എല്ലാ സർവീസുകളും ഞങ്ങൾ നിർത്തിവെക്കുകയാണ് എന്ന് ഒരു പ്രമുഖ ആഗോള ഷിപ്പിംഗ് കമ്പനി പരസ്യമായി വ്യക്തമാക്കി. US സൈനിക ഇടപെടലുകൾക്കും സാമ്പത്തിക ഉപരോധങ്ങൾക്കുമുള്ള ശക്തമായ മറുപടിയായി ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുകയാണെന്ന് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ വരുന്ന ഭീഷണികളെ വച്ചുപൊറുപ്പിക്കില്ലെന്നും അമേരിക്കൻ പിന്തുണയുള്ള ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നുമാണ് ഇറാനിയൻ സൈനിക വക്താക്കളുടെ മുന്നറിയിപ്പ്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ കിടക്കുകയാണെന്നും എണ്ണ കയറ്റുമതി മുടങ്ങിയിട്ടില്ലെന്നും വൈറ്റ് ഹൌസ് വക്താവ് ഒലീവിയ വെയിൽസും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അവകാശപ്പെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം മറിച്ചാണ്. സുരക്ഷാ ഭീഷണികൾ രൂക്ഷമായതോടെ ഭൂരിഭാഗം കമ്പനികളും തങ്ങളുടെ കപ്പലുകൾ ഗൾഫ് മേഖലയിൽ നിന്ന് പിൻവലിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ ചെങ്കടലിലേക്കുള്ള പ്രധാന പാതയായ ബാബൽ മന്ദബ് കടലിടുക്കും അടച്ചുപൂട്ടാൻ ഹൂതി വിമതരെ ഉപയോഗിച്ച് ഇറാൻ നീക്കം ശക്തമാക്കിയതോടെ ആഗോള നാവിക ഗതാഗതവും എണ്ണ വിപണിയും പൂർണ്ണമായും സ്തംഭനത്തിലേക്ക് നീങ്ങുകയാണ്.